ശേഷമാണ് എന്റെ രാഷ്ട്രീയം ഇന്നതാകുന്നത് എന്നുള്ള വ്യക്തമായ നിലപാടുകൾ ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു മാധ്യമപ്രവർത്തകൻ BJP എന്ന രാഷ്ട്രീയം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയം സ്വീകരിച്ചത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ, നിലപാടുകൾ എന്നൊക്കെയുള്ളത് കൃത്യമായ ബോധ്യം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്ദീപ് വാചസ്പതിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. വലുതായി വരുമ്പോഴും ആ രാഷ്ട്രീയത്തോട് അങ്ങനെ തോന്നിയ ഒരു ഇഷ്ടമാണോ BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട്? തീർച്ചയായും നമ്മുടെ ബേസിക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ രാജ്യം, ആ ഒരു ചിന്ത അന്നു മുതലുണ്ട്. അത് മാധ്യമപ്രവർത്തകനായിരുന്നപ്പോൾ നമ്മൾ പുലർത്തിയിട്ടുണ്ട് എക്കാലവും പുലർ. അങ്ങനെയാണ് ഞാൻ BJP-കാരനായി മാറിയത്. എന്റെ മജീദേ, ഇത് ഐറ്റം വേറെയാ. ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ചെറുപ്പക്കാർക്ക് ഇപ്പൊ രാഷ്ട്രീയത്തിലേ താല്പര്യമില്ല. ഇനി അവരോട് തന്നെ വീണ്ടും BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമേ താല്പര്യമില്ല, കുറച്ച് മാറി നിൽക്കുമോ എന്ന് പേടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? സത്യത്തില് ചെറുപ്പക്കാർ BJP-ലേക്ക് കൂടുതൽ വരുന്നുണ്ടോ നമ്മുടെ യാതൊരു ആണോ? പിന്നെ ഇഷ്ടം പോലെ നമുക്കുള്ളത്രയും യങ് ലീഡേഴ്സ് നാഷൻ വൈഡ് ആയാലും കേരളത്തിലായാലും ചെറുപ്പക്കാര് ചിന്തിക്കുന്നവർക്ക് BJP അല്ല നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ? എന്റെ ഡയലോഗ് വേസ്റ്റായി. നിങ്ങൾക്ക് ആശങ്ക ആരെ പറ്റിയാണ്? നിങ്ങൾക്ക് നാടിനെ പറ്റിയാണ് ആശങ്കയെങ്കിൽ BJP അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ പോരെ, അതല്ലേ ഓപ്ഷൻ? അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആകണം എന്നാണ് നമ്മുടെയും ആഗ്രഹം. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. എന്തായിരുന്നു മോദി വരുന്നതിന് മുൻപ് മോദിയെ പറ്റിയിട്ടുള്ള നറേറ്റീവ്? അപ്പൊ മോദി ആരാണ്? മോദി ഫാസിസ്റ്റാണ്, മോദി നരാധമനാണ് എന്തൊക്കെയായിരുന്നു. മോദി വന്നാൽ ഞാൻ രാജ്യം വിട്ടു പോകും, മോദി ഭരണത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ സാംസ്കാരിക നായകന്മാരുള്ള ഒരു നാടാണ് കേരളം. എനിക്കൊരു സംശയം. ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് നരാധമനാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആണ് എന്ന ആളുകൾ ചിന്തിക്കാനുണ്ടായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകില്ലേ? യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഉണ്ടാക്കി 2002 ഗുജറാത്ത് കലാപം ഉണ്ടായി. ഇതാണല്ലോ ഒരു ബേസിക് ആയിട്ട് പറയുന്ന കാര്യം. നമ്മുടെ LDF-ന്റെ പിന്തുണയോടുകൂടി, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി UPA ഭരിക്കുന്ന കാലമാണ്. അത് ശരിയാണല്ലോ. കാരണം എന്തുകൊണ്ടാണ് മോദി അങ്ങനെ ഇതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ FIR നാം അനുസരിക്കുന്നത്, നാം വിശ്വസിക്കുന്ന ഭരണഘടനയാണ് അല്ലെ? അല്ലെങ്കിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ മുഴുവൻ വിലക്ക് മേടിക്കാൻ പറ്റും നിങ്ങൾക്ക് പറയാം? ഒരിക്കലില്ല. നമ്മൾ നീതി, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജുഡീഷ്യറി ഉള്ള ഒരു രാഷ്ട്രമാണ്. സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഗുജറാത്ത് കലാപത്തെ പറ്റി അന്വേഷിച്ചത്. ക്ലീൻ ചിറ്റ് അല്ലേ കൊടുത്തത്? നിങ്ങൾ പിന്നെ എന്തടിസ്ഥാനത്താണ് മോദിയെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ നമ്മൾ ചില നറേറ്റീവുകൾ സൃഷ്ടിച്ചു വെക്കുക, അതിനനുസരിച്ച് നമ്മൾ ആൾക്കാരെ പ്ലേസ് ചെയ്യാം. അത് നടക്കാൻ പറ്റില്ലല്ലോ. ഒരു സ്റ്റാച്യു പണിതപ്പോ നമ്മുടെ നറേറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിച്ച ഗുജറാത്തിലായാലും ഇന്ത്യയിലായാലും അതിനെ നിങ്ങൾ കാണാതെ നിങ്ങളുടെ കുറെ അജണ്ടകൾ സെറ്റ് ചെയ്തിട്ട് അതാണ് മോദി എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റും. ഇത് പുലി തന്നെ. നിങ്ങൾ നോക്കൂ, ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസ് ലോകത്തിൽ ഏത് നേതാവിൽ നിന്നുണ്ട്? മോദി വലിയ മുസ്ലിം വിരുദ്ധനാണ്, ഇതാണല്ലോ നിങ്ങളുടെ നറേറ്റീവ്. നോക്കൂ, നിങ്ങൾ നരേന്ദ്രമോദിക്ക് നാം ഈ സംസാരിക്കുന്ന 2026 വരെ ഓൾമോസ്റ്റ് 28 രാഷ്ട്രങ്ങൾ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അതിൽ 12 എണ്ണം മുസ്ലിം കൺട്രീസാണ്. എങ്ങനെയാണ് അവർ അംഗീകരിക്കുന്നത് മോദിയെ? അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രകടിപ്പിക്കാം. അതായത് മുമ്പാണ് നമ്മൾ ബൈനറി സൃഷ്ടിച്ചിട്ട് മോദി മുസ്ലിം വിരുദ്ധ. കാരണം ഈ വെറുപ്പിൽ നിന്നാണ് നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, 2014 മോദി വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായി? ഇന്ത്യയുടെ ഇക്കോണമിയെ പറ്റി പറയുന്നത് വേൾഡ്സ് മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമികളിൽ ഒരെണ്ണമായി. മോദിയുടെ 12 വർഷം കഴിയുമ്പോൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി അല്ലേ? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. നരേന്ദ്രമോദി വരുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഇമ്പോർട്ടർ ആയിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, എൻ്റെ നിങ്ങളുടെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ നോക്കൂ, മേക്ക് ഇൻ ഇന്ത്യ ആണ് അല്ലെ? മറ്റുള്ള ആപ്പിൾ നോക്കൂ, മേഡ് ഇൻ ഇന്ത്യ കിട്ടും അല്ലെ? ബെൻസ് ലോകത്തിലെ ബെൻസ് എന്നുള്ള ഒരു അന്താരാഷ്ട്ര കമ്പനിയല്ലേ. ഭാരത് ബെൻസ് എന്നൊരു കമ്പനി ഇന്ത്യ പ്രവർത്തിക്കും. എവിടെയും പാകിസ്ഥാൻ ബെൻസ് ഇല്ല, ചൈന ബെൻസ് ഇല്ല, ജർമ്മൻ ബെൻസ് ഇല്ല, അമേരിക്കൻ ബെൻസ് ഇല്ല. പക്ഷെ ഭാരത് ബെൻസ് ഇന്ത്യക്ക് വേണ്ടി അവർ ചെയ്യുന്നു. ഇതൊക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മളെ പറ്റിയുള്ള പെർസ്പെക്റ്റീവ് മാറിയത് കൊണ്ടാണ്. ഇന്ത്യ ഒരു സ്ട്രോങ് നേഷൻ ആയിട്ട് എമേർജ് ചെയ്തു. അതിന്റെ ലീഡറും നരേന്ദ്രമോദി തന്നെയാണ്. മോദിയുടെ കാലത്താണ് അത് മാറിയത്. പറയുമ്പോഴും പശുക്കളെ ദൈവങ്ങളായി കാണാനും വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ജനതയെ കാണേണ്ടി വരുന്നതും എന്തുകൊണ്ടായിരിക്കും? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? 12 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലും കൂടെ ഒരു മാറ്റം വരേണ്ടതല്ലേ? സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി നിന്നും ഇന്ത്യയെ വേർതിരിക്കുന്ന ഘടകം നമ്മുടെ വിശ്വാസം. സമൂഹത്തിന് ഹാനികരമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്റെ വിശ്വാസം
വീണയ്ക്ക് തടസ്സമുണ്ടോ? എൻ്റെ വിശ്വാസം സമൂഹത്തിന് ഹാനികരമല്ല എങ്കിൽ എന്തിനാണ് നിങ്ങളതിൽ പറയുന്നത്? നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? അവിടെ പ്രശ്നം. അല്ല ചവിട്ടിയത് അണലിയാണില്ല നമ്മളെ അടിച്ചേൽപ്പിച്ചാൽ ഇല്ല. പക്ഷെ അത്തരത്തിലുള്ള എന്താ പറയാ ഈ മണ്ടൻ ചിന്താഗതികളിൽ നിന്ന് അവരെ See, അവിടെ- തിരിച്ചു കൊണ്ടുവരേണ്ടതും ആ നമ്മുടെ മണ്ടൻ- ധർമ്മമല്ലേ? മനസ്സിലായി അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ. രാജ്യമായിരുന്നല്ലോ. നമ്മുടെ കാർഷിക ഘടനയുടെ നട്ടലായിരുന്നു പശു. സ്വാഭാവികമായും ആ രീതിയിലാണ് നമ്മൾക്ക് വിർച്യു തരുന്ന എന്തിനേയും ബഹുമാനത്തോടെ കാണുക എന്നുള്ള നമ്മുടെ ശീലം. അങ്ങനെയാണ് നിങ്ങൾക്ക് സൂര്യ ഭഗവാനായത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഗംഗ മാതാവായത്. എന്റെ നിലനിൽപ്പിന്, എന്റെ ജീവിത സന്ധാരണത്തിന്, എന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ ബാക്ക് ബോൺ പശുവായിരുന്നു. പശുവിന്റെ ഈശ്വരനായി. അതിന് ഇവനെന്തിനാ ഇങ്ങനെ തുള്ളി കളിക്കണ? പശു നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിരുന്നു എന്നുണ്ടെങ്കിൽ പശുവിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷെ അത്തരത്തിൽ ഇത്ര അന്ധമായ കാര്യങ്ങളിൽ പശുവിന് എന്താ കുഴപ്പം? അന്ധമായ കിടക്കാൻ മലയാളികൾ നിലം മെഴുകിയിരുന്ന ചാണകത്തിൽ കൂടിയായിരുന്നില്ലേ? എന്തിനാണ് അത്? അശുദ്ധമായ മലമല്ലേ ചാണകം? ഇതര ജീവികളുടേതില്ലാതെ പശുവിന്റെ മലത്തിൽ നിങ്ങൾ അങ്ങനെ കിടന്നുറങ്ങിയിരുന്നു. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. കുഞ്ഞുങ്ങളെ കറ കടത്തിയിട്ടില്ലേ? ഇന്ത്യയുടെ മുമ്പ് പറഞ്ഞ നമ്മുടെ നിലം മെഴുകി അതിൽ കിടന്നുറങ്ങിയവരാണ് ഇന്ത്യക്കാർ. അങ്ങനെ ചെയ്ത വളർന്നു വന്ന ഒരു തലമുറയുടെ പിന്മക്കളാണ് നമ്മൾ, അല്ലെ? നമ്മൾക്കിപ്പോ സോക്കോൾഡ് പുരോഗമനവാദം വന്നപ്പോൾ നിങ്ങൾ ഡിനേ ചെയ്തോളൂ, നിഷേധിച്ചോളൂ. പക്ഷേ ഉച്ചയ്ക്ക് BJP എതിർക്കാൻ വേണ്ടി ഇന്ത്യൻ ആയിട്ടുള്ള എന്തിനെ എതിർക്കുക? ഇവിടെ പണ്ട് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു. അതെ അതെ അതെ. ആര് അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു? ഗസറ്റഡ് ഓഫീസർ. ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം. വൈ? എന്തിന്? അതൊരു ആധികാരികത ഉണ്ടാകണം. അപ്പൊ എന്ന് പറഞ്ഞാൽ വീണ കള്ളിയാണെന്ന് സ്റ്റേറ്റ് പറയാണ്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റൂളാണ്. ഇത് തുടർന്ന് വന്നു. നരേന്ദ്രമോദി വന്നിട്ട് പറഞ്ഞില്ലേ സെൽഫ് അറ്റസ്റ്റേഷൻ മതി. ഇത് നിങ്ങളുടെ പ്രൈഡ് ഉയർത്തിയില്ലേ? തീർച്ചയായിട്ടും പ്രൈഡ് ഉയർത്തിയല്ലോ. ഇതല്ലേ കർണാടകയിലെ പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവൻ. IT? ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് IT പാർക്കാണ് ടെക്നോ പാർക്ക്, അല്ലെ? വെരി ഫസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ന് കേരളം എവിടെ നിൽക്കുന്നു? പതിറ്റാണ്ടുകൾക്ക് ശേഷം തുടങ്ങിയ ബാംഗ്ലൂർ എവിടെ നിൽക്കുന്നു? ഹൈദരാബാദ് എവിടെ നിൽക്കുന്നു? അപ്പൊ കേരളം വളർന്നോ തളർന്നോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ ബാംഗ്ലൂരിൽ പോയി നോക്കൂ. അവിടെ ടെക്കികളായിട്ട് 1,00,000 പേരുണ്ടെങ്കിൽ 10,000 പേരുണ്ടെങ്കിൽ ഞാൻ വെക്കുന്ന 8,000 പേര് മലയാളികൾ ആണോ? അല്ലേ? ഇവർ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പണിയെടുക്കാൻ പറ്റില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഭരണാധികാരി ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തന്നെ. വഞ്ചനയുടെ 100 വർഷങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ നിന്നും വഞ്ചനയില്ലാത്ത 50 വർഷങ്ങളിലേക്ക് എത്താൻ സാധിക്കും. വഞ്ചനയുടെ 100 വർഷങ്ങളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അവസ്ഥയിൽ എത്തിച്ചത്. കലമ്പോലായതിന്റെ കാരണം അതാണ്. ഈ ഇരട്ടത്താപ്പാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഇരട്ട പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറെ. ഇതിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്തത്. അത് രാഷ്ട്രീയത്തിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് BJPയുടെ ഒരു വാഗ്ദാനവും പാഴായി പോകാത്തത്. ഞങ്ങളുടെ ലക്ഷ്യം 2047 ആകുമ്പോൾ ഈ രാഷ്ട്രത്തെ 1ാം നമ്പർ ആക്കുക എന്നുള്ളതാണ്. അതാക്കും. നാടിനെ രക്ഷിക്കാൻ രാജാവിന് മാത്രമേ കഴിയൂ. ണ്ട്. സ്വാഭാവികം കേരളത്തിലും വലിയൊരു മാറ്റം ഉണ്ടാകും. ജനങ്ങൾക്ക് മടുത്തു. 60 വർഷം 65 വർഷം ഒന്നും ചെയ്യാൻ പറ്റാത്തവർ അടുത്ത 5 വർഷം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളെ 60-65 വർഷം ജനം വിശ്വസിച്ചില്ലേ? ഇടതും വലതും നമ്മൾ പറയപ്പോൾ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറുന്ന പോലെ നാറാമത്ത് ഭ്രാന്തന്റെ കഥ പറഞ്ഞ പോലെ അവസ്ഥയാണ്. വിശ്വസിച്ചില്ലേ? എന്താ തിരികെ കൊടുത്തത്? പക്ഷെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മികച്ച ഒരു രാഷ്ട്രീയ നേതാവ് മതി അത്തരം മാറ്റങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസത്തെ സർവേയിൽ 33% ആൾക്കാർ നരേന്ദ്രമോദി ഫാൻസാണ് ഇന്ത്യയിൽ. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ആ സൈലന്റ് വോട്ടേഴ്സിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നാട് നന്നാകണം ആഗ്രഹിക്കുന്ന, മോദിജി വന്നതിന് ശേഷം നാട്ടിൽ മാറ്റമുണ്ടോ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഉണ്ടാക്കരുത്.